ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പാവയ്ക്ക് നമുക്ക് പച്ചയ്ക്ക് വറുത്തെടുക്കലാണ് കേട്ടോ. ഉണങ്ങിയിട്ടൊന്നും വേണ്ട. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ആർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഇങ്ങനെ പാവയ്ക്ക് നമ്മളിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ വട്ടന അരിഞ്ഞെടുക്കുക. കഴുകിയിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞേക്കണത്. അപ്പോൾ അരിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ കുഴച്ച് കുറച്ച് നേരം വെള്ളം വാരാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അധികം വെള്ളമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിയണേക്കാൾ മുമ്പ് കഴുകി വെച്ചേക്കണ കാരണം വെള്ളം അധികം ഇല്ല. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വാർന്ന് അരിപ്പത്ത് ഇതിൽ വെച്ചിട്ടേ അരി വെച്ചിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ വെള്ളം അങ്ങനെ വാർന്ന് പൊക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് 2 സബോളയും കൂടിയും നന്നാക്കി എരിഞ്ഞെടുക്കണം കേട്ടോ. സബോളയൊക്കെ തൊണ്ട് കളഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് കഴുകി എരിയണം. നമുക്ക് വറക്കാനുള്ള 2 സാധനവും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാവയ്ക്ക് മുളക് തിരുമ്മി വെച്ചേക്കണം, നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി എടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടാൽ മതിയല്ലേ, നമുക്ക് വറുത്ത് കിട്ടാനുള്ള വെളിച്ചെണ്ണ ഇല്ലല്ലോ. വെളിച്ചെണ്ണയിൽ കിടക്കണ്ടേ. വെളിച്ചെണ്ണ വരെ അറിയാലോ. ഇവിടുത്തെ വെളിച്ചെണ്ണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് മേടിക്കണതിൻ്റെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിതിലേക്ക് സബോള ഇട്ടു. പാവയ്ക്ക മൊത്തം വറുത്ത് കോരിയിട്ടാണ്. സബോള ഇട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇടാം. സബോള നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാവയ്ക്ക വറുത്തത് ഇടാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചിരിയും കൂടി ഇതാകുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് നോക്കിയിട്ട് ഒന്ന് മാള് പറഞ്ഞേ. ചൂടുണ്ട് കേട്ടോ.